ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. നല്ല എരിവും പുളിയൊക്കെയുള്ള ഈ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെ കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ മങ്കട മീനാണ്. ഏത് മീൻ ഉപയോഗിച്ച് നമുക്കിതേപോലെ കറി ഉണ്ടാക്കാം. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ മീൻ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 5-6 കഷ്ണം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ കറി തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയ ചാറൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാൻ. ഈ അരപ്പിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 2-3 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണം എല്ലാം ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് കുക്ക് ചെയ്യാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പം ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണോ? വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മീൻകറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഈ കറി ഒന്നും കൂടെ കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. കറി നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.